നമസ്കാരം. തിരുവനന്തപുരം മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ ഡ്രൈവർ യദു ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുകയാണ്. ഒന്നുകിൽ തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ പിരിച്ചുവിട്ടതായിട്ട് അറിയിക്കണം. ഇതാണ് യദുവിന്റെ ആവശ്യം. ഇത് ആവശ്യപ്പെട്ടാണ് യദു ഹർജി നൽകിയിരിക്കുന്നത്. 3 മാസങ്ങൾക്ക് മുമ്പാണ് മേയറുമായുണ്ടായ തർക്കത്തിൽ യദുവിന് ജോലി നഷ്ടമാകുന്നത്. സംഭവമുണ്ടായി 3 മാസം പിന്നിട്ടിട്ടും കേസിലെ അന്വേഷണം എങ്ങും എത്തിയിട്ടുമില്ല. ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കാതെ യദു അശ്ലീല ആംഗ്യം കാണിച്ചെന്നാരോപിച്ചാണ് ബസ് തടഞ്ഞു നിർത്തി മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇതോടെയാണ് ഇരുകൂട്ടരും പരസ്പരം ആരോപണങ്ങളുമായി രംഗത്തെത്തിയതുമൊക്കെ. അശ്ലീല ആംഗ്യം കാണിച്ച് മോശമായി പെരുമാറിയെന്ന മേയറുടെ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് ആദ്യം കേസെടുത്തു. ബസ് തടഞ്ഞ ഔദ്യോഗിക ജോലി തടസ്സപ്പെടുത്തിയെന്ന യദുവിന്റെ പരാതിയിൽ മ്യൂസിയം പോലീസും പിന്നീട് കോടതി നിർദ്ദേശപ്രകാരം കേസെടുക്കുകയായിരുന്നു. ഇതിനിടെയാണ് കേസിലെ നിർണായക തെളിവായ ബസിനുള്ളിലെ CCTVയുടെ മെമ്മറി കാർഡ് കാണാതാവുന്നത്. ഈ വിവരം അപ്പോഴാണ് പുറത്തു വരുന്നത്. ഇതിൽ തമ്പാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ആ കേസിലെ അന്വേഷണവും ഒന്നുമായിട്ടില്ല. താൽക്കാലിക ഡ്രൈവർ യദുവിനെ പിന്നെ KSRTCയും ജോലിക്ക് വിളിച്ചില്ല. അച്ഛനും അമ്മയും 3 വയസ്സുള്ള കുഞ്ഞുമടക്കം കഴിയുന്ന കുടുംബം പട്ടിണിയിലായിരിക്കുകയാണ് ഇപ്പോൾ. ഇതോടെയാണ് യദു ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. താൽക്കാലിക ജോലിയാണെങ്കിലും സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി 10,000 രൂപ യദു KSRTCക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത് തിരികെ നൽകി പിരിച്ചുവിടാത്തതിനാൽ മറ്റൊരു ജോലിക്ക് പോകാനും യദുവിന് കഴിയില്ല എന്നതാണ് ഹർജിയിൽ വ്യക്തമാക്കുന്ന കാര്യം. അതേസമയം താൽക്കാലിക ജീവനക്കാരനായ യദുവിന് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാൻ സാങ്കേതിക തടസ്സങ്ങളില്ലെന്നാണ് KSRTCയുടെ വിശദീകരണം. അപ്പോഴും വിവാദത്തിന് ശേഷം എന്തുകൊണ്ട് യദുവിനെ തിരിച്ചു വിളിച്ചില്ല എന്നതിൽ കൃത്യമായ മറുപടിയൊന്നുമില്ല. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ അതിനിടെ CPM ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനമൊക്കെ ഉയർന്നിരുന്നു. KSRTCയിലെ മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് നന്നായി എന്നൊക്കെയാണ് പറഞ്ഞത്. മേയറുടെ പെരുമാറ്റം അഹങ്കാരം നിറഞ്ഞതായിരുന്നു എന്നും വിലയിരുത്തപ്പെട്ടു. പൊതുജനങ്ങൾക്കിടയിൽ പെരുമാറ്റം അവമതിപ്പുണ്ടാക്കി. മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ സച്ചിൻ ദേവിന്റെ പ്രകോപനം ജനങ്ങൾ കാണാൻ ഇടയാകുകയും ചെയ്യുമായിരുന്നു. രണ്ടുപേരും പക്വത കാണിച്ചില്ലെന്നും മുതിർന്ന നേതാക്കൾ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. മേയറും കുടുംബവും നടുറോട്ടിൽ കാണിച്ചത് ഗുണ്ടായിസമായിരുന്നുവെന്നും ബസിൽ നിന്ന് മെമ്മറി കാർഡ് കിട്ടിയിരുന്നുവെങ്കിൽ പാർട്ടി കുടുങ്ങുമായിരുന്നുവെന്നുമാണ് വിമർശനം ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും അതിരൂക്ഷ വിമർശനമാണ് ഇതേ തുടർന്ന് ഉണ്ടാവുകയും ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പാർട്ടി പ്രവർത്തകർക്ക് പ്രവേശനമില്ല. സാധാരണ മനുഷ്യർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവേശനമില്ല. മുൻപ് പാർട്ടി നേതാക്കൾക്ക് മുഖ്യമന്ത്രിയെ കാണാമായിരുന്നു. ഇപ്പോൾ അതിനും സാധിക്കില്ല. 3 മണിക്ക് ശേഷം ജനങ്ങൾക്ക് കാണാനുള്ള അനുവാദവും ഇപ്പോഴില്ല. മുഖ്യമന്ത്രി പാർട്ടി പ്രവർത്തകരുടെ മുമ്പിൽ ഇരുമ്പുമറ തീർക്കുന്നത് എന്തിനെന്നുമൊക്കെ അംഗങ്ങൾ ചോദിക്കുകയും ചെയ്തു. എന്തായാലും KSRTC പറയുന്നത് താൽക്കാലിക ജീവനക്കാരനായിരുന്നതുകൊണ്ട് യദുവിന് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കുന്നതിന് തടസ്സമില്ലെന്നാണ്. അപ്പോൾ KSRTC ആലോചിക്കേണ്ട മറ്റൊരു കാര്യം, യദു ഡെപ്പോസിറ്റ് അടച്ച ആ 10,000 രൂപ അങ്ങ് തിരിച്ചു കൊടുത്തൂടെ? അത് ഈ ജോലി ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒരാളോട് ചെയ്യുന്ന ഒരു ഉപകാരം കൂടിയാവില്ലേ? അദ്ദേഹം അത് അടച്ചിട്ടല്ലേ താൽക്കാലിക ജീവനക്കാരനായി ജോലിക്ക് കയറുന്നത്. എന്നിട്ടും എന്തിനാണ് ഇത്ര മര്യാദകേട് ആ മനുഷ്യനോട് കാണിക്കുന്നത്? മേയറുടെ ധാർഷ്ട്യത്തിനൊപ്പം തുള്ളുകയല്ല വേണ്ടത്. പക്വതയോടെ തീരുമാനമെടുത്ത് അതിലൊരു തീർപ്പ് കൽപ്പിക്കുകയാണ് വേണ്ടത്. ഇത്ര നാളും കാത്തിരുന്നിട്ടും ഇതിൽ ഒരു തീരുമാനമാകാതെ വന്നതോടെയാണ് യദു ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് എത്തുന്നത്. എന്തായാലും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് കേസ് പരിഗണിക്കുന്നതെങ്കിൽ ഉചിതമായ രീതിയിൽ, ന്യായമായ രീതിയിൽ ഒരു തീർപ്പുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി.